തദ്ദേശ വാർഡ് വിഭജനത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. അതാണ് ഇന്ന് പ്രധാനമായും യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് ബില്ലാക്കാനും തീരുമാനമായിട്ടുണ്ട്. വിനോദ വിവരങ്ങൾ. രഞ്ജിത്ത്, പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ചേർന്നത്. നേരത്തെ തന്നെ ബുധനാഴ്ചകളിൽ ഉള്ള മന്ത്രിസഭാ യോഗം, അതിനു പുറമെ പ്രത്യേകമായി മന്ത്രിസഭാ യോഗം ചേർന്നാണ് ഇപ്പോൾ ഈ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പുനർവിഭജനം തീരുമാനിച്ചിരിക്കുന്നത്. 3 ഘട്ടമായാണ് പുനർവിഭജന നടപടികൾ പൂർത്തിയാക്കുക. ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ ആദ്യഘട്ടമായും 2ാം ഘട്ടം ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലും ഈ വിഭജനം നടക്കും. 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2010 കേരളത്തിൽ സമ്പൂർണ്ണ വാർഡ് വിഭജനം നടന്നത്. 2015 69 ഗ്രാമപഞ്ചായത്തും 32 മുനിസിപ്പാലിറ്റിയും കണ്ണൂർ കോർപ്പറേഷനിലും രൂപീകരിച്ചു. എന്നാൽ ഗ്രാമപഞ്ചായത്തുകളുടെയും 4 മുനിസിപ്പാലിറ്റികളുടെയും രൂപവൽക്കരണം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. പുതിയ തദ്ദേശ സ്ഥാപനങ്ങൾ രൂപീകരിച്ചപ്പോൾ 6 ഗ്രാമപഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റി, 30 ബ്ലോക്ക് പഞ്ചായത്ത്, 13 ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ വാർഡ് വിഭജനവും നടന്നിരുന്നു. ഇത് 2011 സെൻസസ് പ്രകാരമായിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഓരോ വാർഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉയരുന്ന തരത്തിലായിരിക്കും. ജനസംഖ്യാനുപാതികമായി കൂടുതൽ വാർഡുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും പുതുതായി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. രഞ്ജിത്ത്, ശരി. വി വിനോദ് വിവരങ്ങൾ പങ്കുവച്ചു.